വിവാദങ്ങൾക്കൊടുവിൽ ADGP MR അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിരിക്കുന്നു. അതേസമയം നിലവിൽ ചുമതല തുടരുന്ന ബറ്റാലിയൻ മേധാവി എന്ന നിലയിലുള്ള ചുമതല തുടരുകയും ചെയ്യും. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ VT ബൽറാം ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ VT ബൽറാം, ഇതിപ്പോൾ നടപടിയാണോ എന്ന് ചോദിച്ചാൽ നടപടിയാണ് എന്ന് പറയാം. പക്ഷേ ഒരു ചുമതലയിൽ നിന്നുള്ള മാറ്റം, അതേസമയം ഈ ബറ്റാലിയന്റെ ചുമതല നേരത്തെ തന്നെ ഉള്ളതുമാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് സ്ഥലം മാറ്റം എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയൊന്നായി ഇതിനെ കാണേണ്ടതുണ്ടോ? പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 2 വർഷമാണ് സാധാരണഗതിയിൽ ഇരുത്താറുള്ളത്. ആ നിലയിൽ നോക്കുമ്പോൾ അജിത് കുമാറിനെ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് നിയമിച്ചിട്ട് ഈ അടുത്ത ആഴ്ച കഴിയുമ്പോൾ 2 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു സ്വാഭാവിക നടപടി എന്ന നിലയിൽ മാത്രമാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്ത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിന്റെ ആർജവപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വിലയിരുത്താൻ കഴിയുക. കാരണം അജിത് കുമാറിനെ മാറ്റണോ വേണ്ടയോ എന്നുള്ളത് ഒരു ഭരണപരമായ നടപടിയുടെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട ഒരു ഡെസിഷനായിട്ടല്ല നമ്മൾ ആരും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ആ നിലയിൽ ആവശ്യം കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നതും. അതൊരു പൊളിറ്റിക്കൽ ഡെസിഷന്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ നടത്തണമായിരുന്നു. എപ്പോ നടത്തണമായിരുന്നു? അങ്ങനെ ഒരു രാഷ്ട്രീയ നീതിക്ക് നിരക്കാത്ത തരത്തിൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മനസ്സിന് നിരക്കാത്ത പ്രവൃത്തികൾ ഈ അജിത് കുമാർ ചെയ്യുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ട ആദ്യത്തെ നിമിഷം അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നെങ്കിൽ അദ്ദേഹത്തെ സ്വാഭാവികമായി നമുക്ക് അഭിനന്ദിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മൾ ഒരു കാലമായിട്ട് ചർച്ച ചെയ്തത്. കാരണം പിണറായി വിജയന് ഈ അജിത് കുമാറിന്റെ RSS ബന്ധത്തെ കുറിച്ച് 1.5 അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ നിലയിലുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചു. നമുക്കാണ് ഇതൊക്കെ പുതിയ അറിവ്. ഈ അടുത്ത കാലത്താണ് പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തിയതിലൂടെയാണ് നമുക്ക് ഇത് ഒരു പുതിയ ഇൻഫർമേഷനായി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നതെങ്കിലും കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട് പിന്നാലെ പിണറായി വിജയന് കിട്ടിയിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള ഒരു ഡെസിഷൻ എടുത്തില്ല. ഇതൊരു ഭരണപരമായ നടപടിയുടെ ഭാഗമായി അദ്ദേഹത്തിന് 2 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന വേളയിൽ ആ പോസ്റ്റിൽ നിന്ന് മാറ്റുന്നു, മറ്റൊരു പോസ്റ്റ് കൊടുക്കുന്നു, പ്രധാനപ്പെട്ട ചുമതലകൾ വീണ്ടും നിലനിർത്തുന്നു എന്നതൊക്കെ ഇപ്പോൾ LDF-നകത്ത് തിരിയുന്ന ചില കിട്ടാത്ത പ്രശ്നങ്ങളെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ടൊരു ആശ്വാസ നടപടി എന്ന നിലയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. വളരെ നന്ദി ശ്രീ VT ബൽറാം ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ